ദേശാഭിമാനിക്ക് പിറന്ന മണ്ണിൽ പുതിയ ആസ്ഥാന മന്ദിരം. കോഴിക്കോട് പന്തീരാങ്കാവിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രിന്റിംഗ് പ്രസ് സ്വിച്ച് ഓൺ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. വലതുപക്ഷ മാധ്യമങ്ങളുടെ ആശയപ്രചാരണം പ്രതിരോധിക്കുന്നത് ദേശാഭിമാനിയും ജനയുഗവും കൈരളി TVയും മാത്രമാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ദേശാഭിമാനിക്ക് കൃത്യമായ പക്ഷപാതപരമായ നിലപാടുണ്ട്. മറ്റെല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ. ഞാൻ അവസാനം പറഞ്ഞത് ബോധപൂർവമാണ്. കാരണം നാളത്തെ പത്രത്തിൽ ദേശാഭിമാനിക്ക് പക്ഷപാതപരമായ നിലപാടുണ്ട് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യവും കൂടി വ്യക്തമാക്കണമെന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ മാധ്യമങ്ങളെയും പോലെ തന്നെ എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. ഓഫീസ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രിന്റിംഗ് പ്രസ് സ്വിച്ച് ഓൺ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദേശാഭിമാനി പ്രത്യേക പതിപ്പ് PB അംഗം MA ബേബി പ്രകാശനം ചെയ്തു. ദേശാഭിമാനി വരിസംഖ്യ PB അംഗം A വിജയരാഘവൻ ജില്ലാ സെക്രട്ടറി M മെഹബൂബിൽ നിന്ന് ഏറ്റുവാങ്ങി. LDF കൺവീനർ TP രാമകൃഷ്ണൻ, ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ, ജനറൽ മാനേജർ KJ തോമസ്, റെസിഡന്റ് എഡിറ്റർ M സ്വരാജ്, P സതീദേവി, എളമരം കരീം, മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക മാതാവ് പാലോറ മാതയുടെ കൊച്ചുമകൻ K രാജനെ ചടങ്ങിൽ ആദരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.